പുഷ്പേട്ടൻ കിടപ്പിലായിട്ട് തന്നെ വർഷങ്ങളായല്ലേ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തെക്കുറിച്ച്? അവനെല്ലാം പാർട്ടി അവനെ നോക്കുന്നത്. അവന് തലവേദന എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൊത്തു. ഇന്ന് വരെ നോക്കിയത് പറയാൻ കണ്ണടഞ്ഞ് വരുമ്പോൾ കാണുന്നില്ല. എങ്കിലും ഞങ്ങളോടൊപ്പം ഇതുവരെ ജീവിച്ചല്ലോ ചേച്ചി. 30 കൊല്ലമായി, 2 മാസമേ കുറവുള്ളൂ. 30 കൊല്ലത്തിലെടുക്കായി 29 കൊല്ലം. ചേച്ചി, പുഷ്പേട്ടൻ്റെ ഒരു ജീവിതം, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തെക്കുറിച്ച്, ആരോഗ്യ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതിനെക്കുറിച്ച് ശരിക്കും വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഒരു അത്ഭുതമായിരുന്നു പുഷ്പേട്ടൻ എന്നാണ് പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പുഷ്പേട്ടന് സാധിച്ചത്? അത് നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂ, കാരണം അത്രയും അടുത്ത് ഇടപഴകിയവരാണ്. ഓൻ്റെ ഒരു ശക്തി അതുകൊണ്ട് മാത്രം ഓൻ്റെ ഒരു വേദന ഒരാളെ അറിയിക്കൂല. പാർട്ടിക്കാർ എല്ലാം പാർട്ടിക്കാർ തന്നെ അല്പം ഉണ്ടാകുക. അവനെ കൊണ്ടത് തന്നെയാണ് നോക്കുന്നത്. പാർട്ടിക്കാർ തന്നെയാണ് എല്ലാ ദിവസവും വരും. എപ്പോൾ ഉണ്ടാവുകയുള്ളു. ആസ്പത്രിയിലായാലും വീട്ടിലായാലും എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യും. അതെല്ലാം ഏട്ടനും അനിയനും തന്നെയാണ് ചെയ്യുക. കുളിപ്പിക്കലും എല്ലാം ഓർ തന്നെയാണ്. പ്രകാശൻ രാജാണ്. ബാക്കിയെല്ലാ ഭക്ഷണം എല്ലാം പെണ്ണുങ്ങളും എല്ലാം. അല്ലേ മോളെ, അവൻ എന്തൊരു വേദന ഉണ്ടെങ്കിൽ അത് ധരിപ്പിച്ചിട്ട് ആളോട് വരും അറിയണം. ഭർത്താൻ എത്ര നേരമെങ്കിലും അവൻ പറയും. അവനായി കയ്യലായിരിക്കും, എന്നാലും അവൻ പറയും. ഫോണ് വിളിച്ചിട്ടായാലും അവൻ പറയും.